വാമനപുരം നദി സംരക്ഷിക്കാൻ 200-ലധികം മരങ്ങൾ വച്ചുപിടിപ്പിച്ച് ജൈവ വൈവിധ്യത്തിന്റെ മാറ്റുകൂട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ തെള്ളിക്കച്ചാൽ ഗ്രാമം. വാമനപുരം നദിയുടെ കരയിൽ കാവും ക്ഷേത്രവും ഒക്കെയായി ഗ്രാമീണതയുടെ തനത് ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ് കളരിവനം. കാടിന് സമാനമായ ഈ കാഴ്ച ഒരുക്കിയത് കളരിയിൽ ദേവീക്ഷേത്രവും ഫീനിക്സ് വായനശാലയും സംയുക്തമായാണ്. എൻ്റെ തൊട്ടരികിൽ കാണുന്നത് വാമനപുരം നദിയാണ്. ഈ നദീതീരത്ത് ഞങ്ങൾ തെള്ളിക്കച്ചാൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫീനിക്സ് ഗ്രന്ഥശാല 2018 ആരംഭിച്ച ചെറു സംരക്ഷിത വനമാണ് കളരിവനം. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA DK മുരളി ഒരു അശോകത്തിൻ്റെ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് കളരിവനത്തിന് ആരംഭം കുറിച്ചത്. കളരിവനത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിവിധങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാമനപുരം നദീതീരം സംരക്ഷിച്ചെടുക്കുക എന്നാണ്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് നൽകിയ മുളത്തൈകളാണ് ഞങ്ങളും തൊഴിലുറപ്പ് സഹോദരങ്ങളും ചേർന്ന് ഈ നദീതീരത്ത് വെച്ച് പിടിപ്പിച്ചത്. പെരുമഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ മണ്ണ് വെള്ളമെടുത്ത് കുത്തിയൊലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ മുളത്തൈകൾ നട്ടതിന് ശേഷം, ഈ വളർന്നു പന്തലിച്ചതിന് ശേഷം ഇവിടുന്ന് മണ്ണൊലിപ്പ് പൂർണ്ണമായിട്ടും തടയാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഈ ലാൻഡ് ഇതിൻ്റെ ഭാഗമായി സംരക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ നാടിന് പേര് വരാൻ കാരണമായ തെള്ളിമരത്തിൻ്റെ തയ്യിൽ തുടങ്ങി അശോകം, കാട്ടശോകം, വയ്യങ്കത, പനച്ചി, ബ്രൗണിയ, അതുപോലെ തന്നെ കൂവളം, ഇലഞ്ഞി, അങ്ങനെ 200-ൽ പരം വൃക്ഷത്തൈകൾ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ നിബിഡ വനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചെറുവനം ആദ്യമായിട്ടായിരിക്കും കാണുക. ലക്ഷ്യമിടുന്നത് ഒരു ചെറുവനത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഞങ്ങളും വളരുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വരുന്ന മനുഷ്യർക്ക് ശുദ്ധമായി ശ്വസിക്കാനൊരിടം സമ്മാനിക്കുകയാണ് ഫീനിക്സ് ഗ്രന്ഥശാലയുടെയും പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ചെമ്പങ്കോട് കളരിദേവി ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും സംയുക്തമായിട്ടുള്ള ഈ കളരിവനം. കോവിഡ് കാലത്ത് ഓക്സിജന് വേണ്ടി അലഞ്ഞ മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാവണം ഇന്നിപ്പോൾ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കളരി വനത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഈ ഉദ്യമം കണ്ടപ്പോൾ വലിയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഫീനിക്സ് ഗ്രന്ഥശാലയിലെ പ്രവർത്തകരാണ് ഇവിടെ കാണുന്ന 200-ൽ പരം മരങ്ങൾ വച്ചുപിടിപ്പിച്ച് ഇന്നിപ്പോൾ പരിപാലിച്ചു വരുന്നത്. ഈ ഭൂമി ഒറ്റപ്പെട്ട ചില മനുഷ്യരുടെ മാത്രമല്ല, വരും തലമുറയ്ക്ക് അതേപടി തന്നെ പകുത്തു നൽകാനുള്ള ഉത്തരവാദിത്വം ഓരോ മനുഷ്യനുമുണ്ടെന്നുള്ളത് പറഞ്ഞത് കാറൽ മാർക്സ് ആണ്. അത് എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കി വരികയാണ് ഇവിടുത്തെ ഗ്രന്ഥശാല പ്രവർത്തകരും ഈ കളരിയിൽ ക്ഷേത്രത്തിലെ പ്രവർത്തകരും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.